യെസ്, വളരെ ദുഃഖകരമായ ഒരു പക്ഷെ വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു വിയോഗ വാർത്തയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. യെസ്, മുതിർന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. പുനെയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത്. സജു തോമസും സൈഫ് സൈനുലാബ്ദീനും വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു ഈ സമയം. ആദ്യം സജുവിലേക്ക്. സജു, മാധവ് ഗാഡ്ഗിൽ ഓർമ്മയാകുമ്പോൾ നിശ്ചയമായും നമ്മൾ കടന്നുപോയ ജീവിച്ച കാലഘട്ടത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരാൾ, ഒരു ശാസ്ത്രജ്ഞൻ എന്നതിനപ്പുറത്തേക്ക് വരും കാലം വലിയ പ്രസക്തിയോടുകൂടി ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ വിയോഗം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മാധവ് ഗാഡ്ഗിലിനെ എങ്ങനെയായിരിക്കും ഈ തലമുറയും വരും തലമുറയും അനുസ്മരിക്കാൻ പോകുന്നത്? സൈഫുദ്ദീൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തന്നെയാണ് 2011 അദ്ദേഹം പുറത്തിറക്കിയ ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെയാണ് അദ്ദേഹത്തെ കാലവും ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലൂടെ അദ്ദേഹം കേന്ദ്ര സർക്കാരിന് മുൻപിൽ വെച്ചിരുന്നു. പക്ഷേ 250ഓളം പ്രദേശങ്ങൾ ചിട്ടപ്പെട്ട ഇതുവരെയും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടില്ല. ഗുജറാത്ത് മുതൽ കേരളം വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വെല്ലുവിളികൾ നേരിടുമ്പോഴും അത് കൃത്യമായി പഠന വിധേയമാക്കണമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കണമെന്നും എല്ലാ സംസ്ഥാന സർക്കാരുകളോടും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു നിലപാട് പോലും രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടായിട്ട് നമുക്കറിയാം. വളരെ വിരളമായിട്ടുള്ള ചില രാഷ്ട്രീയക്കാർ മാത്രമാണ് അദ്ദേഹത്തെ അംഗീകരിച്ചത്. ഈ പി ടി തോമസ് അടക്കമുള്ളവർ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിലകൊണ്ടതൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. അത്തരത്തിൽ ചില രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ചില സാമൂഹിക പ്രവർത്തകർ മാത്രമാണ് വിദ്യാർത്ഥി സംഘടനകൾക്ക് അദ്ദേഹത്തോടൊപ്പം നിന്നെങ്കിൽ പോലും ചില രാഷ്ട്രീയ സംഘടനകൾ, രാഷ്ട്രീയ നേതാക്കൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടർന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നടപ്പിലാക്കണമെന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം ഒരു സാധാരണക്കാരുടെ ശാസ്ത്രജ്ഞനായിരുന്നു. അത് അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു ജനകീയ ശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഈ ഭൂമി ഇനിയും നിലകൊള്ളേണ്ടത് ജനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പഠനങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിന് ലഭിച്ചുള്ള അംഗീകാരങ്ങളും ലോകം അദ്ദേഹത്തെ ആദരിച്ചതും ഐക്യരാഷ്ട്രസഭ പോലും അദ്ദേഹത്തെ അംഗീകരിച്ചതും ആദരിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളും പഠനങ്ങളിലും അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സും കൊണ്ട് തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എക്കാലവും ലോകം ഓർപ്പെടുത്താൻ പോകുന്നത് അദ്ദേഹത്തിന്റെ 2014 പുറത്തിറക്കിയ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെയാണ്. 15-അംഗ സമിതിയുടെ അധ്യക്ഷനായി കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ നിയമിക്കുമ്പോഴും അദ്ദേഹം വലിയ വെല്ലുവിളികളൊക്കെയും അതിജീവിച്ചുകൊണ്ടാണ് അത്തരം റിപ്പോർട്ട് തയ്യാറാക്കിയത്. പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ടം, പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഗുജറാത്ത് മുതൽ കേരളം വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ട മലിനീകരണങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പാറക്കോറികളുണ്ട്, അതോടൊപ്പം തന്നെ ഖനികളുണ്ട്, അതോടൊപ്പം തന്നെ മരം മുറി അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളും ആശങ്കാവചമായി നിലനിൽക്കുന്നത് നമുക്കറിയാം. കേരളത്തോടക്കം ചുരുൾമലയിലെ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അപ്പോൾ തന്നെയും അദ്ദേഹം കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന കൊണ്ട് വീണ്ടും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചത്. പക്ഷേ സർക്കാരുകൾ ആരും അദ്ദേഹത്തിന്റെ പക്ഷം പിടിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെതിരായിട്ട് ചില വികാരം ഉണ്ടായതിന് പിന്നാലെയാണ് മറ്റു ചില സമിതികളെ, പ്രത്യേകിച്ച് കസ്തൂരികൾ അടക്കമുള്ള ചില സമിതികളെ വീണ്ടും കേന്ദ്ര സർക്കാർ നിയമിച്ചത് നമ്മൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട വലിയ പ്രത്യേകതകൾ അദ്ദേഹം നേരിടേണ്ടി വന്നു. രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ഒരു അംഗീകാരം ലഭിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടുകളിലും അദ്ദേഹത്തിന്റെ ആശയങ്ങളിലും വെള്ളം ചേർക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്നും പരിസ്ഥിതി സംരക്ഷണം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പഠനങ്ങളും ഇപ്പോഴും ജനങ്ങൾ ഓർത്തുവെക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഒരു ജനകീയ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായി അദ്ദേഹം 83-ാം വയസ്സ് വരെ നിലകൊണ്ടതും അതുകൊണ്ട് തന്നെയാണ്. യെസ്, അപ്പോൾ അദ്ദേഹത്തിന്റെ സംഭാവനകളെ പറ്റി അനുസ്മരിക്കുകയാണ് ഈ അവസരത്തിൽ. അദ്ദേഹം പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനായി, പ്രത്യേകിച്ച് കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനായി നടത്തിയ ഇടപെടലുകൾ കൂടിയാണ് പ്രസക്തമാകുന്നത്. സൈഫ് സൈനുലാബ്ദീൻ കൂടി ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. സൈഫ്, ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഉണ്ടാവില്ല. ആദ്യം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ചർച്ച, സ്വാഭാവികമായിട്ടും പലരും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറ്റി ഒരുപക്ഷെ അദ്ദേഹത്തിന് വളരെ നെഗറ്റീവായിട്ടുള്ള ചില പ്രതികരണങ്ങൾ കൂടി ലഭിച്ച സമയമായിരിക്കും. അതിനുശേഷം പ്രളയം വന്ന സമയത്ത്, വയനാട് ദുരന്തമുണ്ടായ സമയത്ത് വീണ്ടും മാധവ് ഗാഡ്ഗിൽ എന്ന പേര് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായിട്ടും അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് ഒരു വരി പോലും നടപ്പാക്കിയിട്ടില്ലല്ലോ എന്നൊരു പശ്ചാത്താപത്തിലാണ് അന്നത്തെ ചർച്ചയുണ്ടായിരുന്നത്. എന്തായാലും കേരളം, ഒരുപക്ഷെ കേരളത്തിന്റെ സാമൂഹിക പരിതസ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ പാരിസ്ഥിതികാവസ്ഥയെക്കുറിച്ച് ഇത്രയധികം മനസ്സിലാക്കിയ മറ്റൊരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യവും യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ അദ്ദേഹം വിടവാങ്ങുമ്പോൾ കേരളം എങ്ങനെയാണ് പരിസ്ഥിതി വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ ഓർക്കുന്നത്? സമാനതകളില്ലാത്തൊരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാം ജിൽസി. കാരണം അദ്ദേഹം പരിസ്ഥിതിക്ക് വേണ്ടി ജീവിച്ച പോലെ
ഒരു മനുഷ്യനും ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടില്ല ഒരു മനുഷ്യനും അങ്ങനെ ജീവിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ കാര്യം പറഞ്ഞു, കേരളത്തിൽ പോലും അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന ഒറ്റ വാക്കിൽ പറയേണ്ടി വരും. മനുഷ്യൻ ജീവിച്ചു പോകാൻ വേണ്ടി പരിസ്ഥിതി കൂടി നിങ്ങൾ സംരക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ഉറക്കെ പലതവണ പറഞ്ഞയാളാണ് മാധവ് ഗാഡ്ഗിൽ. ഈ റിപ്പോർട്ട്, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, അത് 2011 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഗാഡ്ഗിൽ അടക്കമുള്ള ആൾക്കാർ ചേർന്നുകൊണ്ടൊരു ഒരു സമിതിയെ രൂപീകരിക്കുന്നുണ്ട്. ആ സമിതിയാണ് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നത്. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിച്ച് അദ്ദേഹം 2011 റിപ്പോർട്ട് നൽകുമ്പോൾ ഈ റിപ്പോർട്ട് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നതല്ല എന്ന് അന്ന് മുതൽ തന്നെ ഇതിൻ്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും എല്ലാം പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ പശ്ചിമഘട്ടത്തിലെ ഏതാണ്ട് 1,29,000 വരുന്ന ചതുരശ്ര കിലോമീറ്റർ ഇതിൽ ഏതാണ്ട് 1/3 തന്നെ പശ്ചിമഘട്ടമായി നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവിടെ പൂർണ്ണമായ ഈ നിയന്ത്രണം ഏർപ്പെടുത്തണം. അവിടെ പാറപൊട്ടിക്കൽ, അതുപോലെ തന്നെ മറ്റ് വനനശീകരണം അടക്കമുള്ള കാര്യങ്ങൾ പാടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാവിയിൽ മനുഷ്യർക്ക് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് 2011 സമയങ്ങളിൽ അദ്ദേഹം ഒരു പ്രവചനം പോലെ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് അദ്ദേഹത്തെ പരിഹസിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇത് പ്രായോഗികമല്ല ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെരുവുകളിൽ ഇറങ്ങി സമരം നടത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിൽ എന്തൊക്കെ പ്രക്ഷോഭങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പി ടി തോമസിന് അക്കാര്യത്തിൽ സല്യൂട്ട് ചെയ്യണം. കാരണം ആ